Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാനിന്റെ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേലേക്ക് പോകാം. ഇന്നലെ നമ്മൾ USD പറഞ്ഞ വ്യൂ ബെയറിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഒരു സ്ട്രക്ചർ തന്നെ ബെയറിഷ് ആയിരുന്നു. പിന്നെ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ ടൈമിൽ പറഞ്ഞ ബെയറിഷ് വ്യൂ ഇവിടെ നിന്നായിരുന്നു. അതായത് ഇത് ഇന്നലത്തെ മാർക്കറ്റാണ്, ഈ കാണുന്ന ഏഷ്യൻ റേഞ്ചിന് ശേഷം കാണുന്ന മാർക്കറ്റാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് വന്ന് ഒരു ഷോർട്ട് സെല്ലായിരിക്കും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിന്ന് ഈ ഒരു സോണിൽ നിന്നായിരുന്നു നമുക്ക് ഷോർട്ട് സെറ്റ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സോണ് പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ ടൈമിൽ എനിക്ക് മിസ്സായതാണ്. ബട്ട് ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മോർണിംഗ് 11:58 ആയപ്പോഴത്തേക്കും, ഇന്ത്യ സമയം 11:58 ആയപ്പോഴത്തേക്കും ഞാൻ 2 പോസിബിൾ POS എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബയോയിലുണ്ട്. സോ അപ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇതുപോലെ സോൺ അപ്ഡേറ്റ് കിട്ടിയില്ലാന്ന് വരും. അപ്പോൾ അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ തുടങ്ങിയേക്കുന്നത്. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഇന്നലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സോണിൽ നിന്നായിരുന്നു നമ്മൾ ഷോർട്ട് സെൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. എക്സാക്ട്ലി നമുക്ക് നോക്കാം എന്താ സംഭവിച്ചേക്കണം. കണ്ടില്ല, ആ ഒരു സോണിൽ നിന്ന് തന്നെയാണ് എക്സാക്ട്ലി ഷോർട്ട് സെല്ല് നടന്ന് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഈ 2 ലെവൽസ് ആയിരുന്നു. ആ 2 ലെവൽസിലേക്കും മാർക്കറ്റ് ഇന്നലെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ പേഴ്സണലി യൂറോയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഞാൻ ഇന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഇത് നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഡിസ്കൗണ്ടഡ് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് നിൽക്കുന്ന കാരണമാണ് ഞാൻ ബുള്ളിഷ് വ്യൂ USD പറയുന്നത്. സോ ഇന്നത്തെ ദിവസത്തേക്ക് ഐ ആം ബുള്ളിഷ് ഓൺ USD. ഇന്ന് ഫ്രൈഡേ ആണെന്നുള്ള കാര്യം മറക്കണം. മന്ത് എൻഡ് ആണ്, പോരാത്തതിന് ഫ്രൈഡേ ആണ്. സോ മാർക്കറ്റിൽ ആക്ടിവിറ്റി വളരെ കുറവാനുള്ളൊരു പ്രോബബിലിറ്റി ഇന്നുണ്ട്. വോളിയം വളരെ കുറവായിരിക്കും മിക്കവാറും. നമുക്ക് നോക്കാം, നല്ല സെറ്റപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മുടെ പ്ലാൻ അനുസരിച്ച് മാത്രം മാർക്കറ്റ് വർക്കൗട്ട് ആവണമെങ്കിൽ മാത്രം ഇന്നത്തെ ദിവസം ട്രെയിൽ എടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് പറയാനാണെങ്കിൽ ഡോളറിലുള്ള വ്യൂ പറയാനാണെങ്കിൽ നമ്മൾ USD ബുള്ളിഷ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡോളറിൽ ബെയറിഷ് വ്യൂ ആണ് കിട്ടേണ്ടത്. അതെ, നമുക്ക് ഡോളറിൽ ബെയറിഷ് ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബെയറിഷ് ഷോപ്പിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത്. സോ വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ ഇനിയും സെല്ലേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഡോളർ ഷോർട്ട് ആയിരിക്കും. സോ അത് മീൻസ് നമ്മുടെ യൂറോയിലെ വ്യൂ കറക്റ്റാണ്. യൂറോയിൽ നമ്മൾ ബുള്ളിഷാണ്, ഡോളറിൽ നമ്മൾ ബെയറിഷാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന മണിക്കൂറിൽ നോക്കാം ഡോളറിൽ ഇനിയും സെല്ലേഴ്സ് സ്റ്റെപ്പിനാവോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ട്രേഡുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ആൻഡ് ഫൈനലി ഗോൾഡിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഇന്നലെ ഞാൻ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യൂ പറഞ്ഞത് ഏകദേശം ഈ ഒരു ഏരിയ എന്നായിരുന്നു. ഞാൻ ഈ പ്ലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ലൈനായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രീമിയം അറിയായിരുന്നു. ഈ ഒരു പ്രീമിയം അറിയത്തിൽ നിന്നായിരുന്നു ഞാൻ ഇന്നലെ ഷോർട്ട് സെൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്നലത്തെ മാർക്കറ്റിൽ ഏകദേശം അവിടെ തന്നെയാണ്. കണ്ടില്ല, മാർക്കറ്റ് ആദ്യം ഈ പറഞ്ഞ പ്രീമിയം അറിയിൽ വന്നു. ലണ്ടൻ സമയത്ത് അവിടെ കിടന്ന് റേഞ്ച് ചെയ്തു. ന്യൂയോർക്ക് ടൈം ഓപ്പൺ ആയപ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു സെൽ ഓഫ് നമുക്ക് ഇന്നലെ പറഞ്ഞ പ്രീമിയം അറിയിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ 2 അനാലിസും കറക്റ്റ് ആയിരുന്നു. USDയിലും ഗോൾഡിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് റേസിൽ നിന്ന് തന്നെ നമുക്ക് നല്ല സെൽ ഓഫും ബൈയിങ്ങും നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ പറയാനാണെങ്കിൽ ഇനി ഞാൻ പേഴ്സണലി ഗോൾഡിൽ ഞാൻ ബുള്ളിഷാണ്. ഞാൻ ബെയറിഷ് ആവണേൽ ലോജിക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി പ്രീമിയം അറിയാൻ ഇൻവാലിഡായി. കാരണം ബയേഴ്സ് അവിടെ ഇന്നലെ ഈ ഒരു സെൽ ഓഫിന് ശേഷം ബയേഴ്സ് സ്റ്റെപ്പിനായിട്ടുണ്ട്. സോ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ഇത് നല്ലൊരു ഡിസ്കൗണ്ടഡ് ഏരിയയാണ് ഞാൻ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ നിന്നാണ് ഞാനിപ്പോൾ പേഴ്സണലി ബയേഴ്സിൻ്റെ ആൻഡ് ബയേഴ്സ് കിക്കിനാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഏഷ്യനിലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പയ്യെ ബയേഴ്സ് കിക്കിനായി വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി എന്തായാലും ഗോൾഡിൽ ബുള്ളിഷാണ്. മിനിമം ഈ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബൈസ് നോക്കാവുന്നതാണ്. അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗോൾഡിൽ വന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ആൻറ്റിസിപ്പേഷൻ. സോ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ ഇടയിൽ പാർഷ്യൽ ഏരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. നോക്കട്ടെ, പാർഷ്യൽ ഏരിയാസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്ന പാർഷ്യൽ ചെയ്യാൻ പറ്റിയ ഏരിയാസ്. ഇപ്പോൾ ഒരെണ്ണം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു FEG നമുക്ക് പാർഷ്യൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. ഈ ഒരു ഏരിയ ഇതൊരു നല്ലൊരു പ്രീമിയം ഏരിയയിലുള്ള ഒരു FEG ആണ്. ഞാൻ FEG ആയിട്ട് തന്നെ പ്ലോട്ട് ചെയ്തിടാം, അത് നമുക്ക് കൺഫ്യൂഷൻ മാറും. FEG ആയിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാം. സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ ഫസ്റ്റ് പാർഷ്യലിംഗ് ഞാൻ അവിടെ നിന്നായിരിക്കും ചെയ്യുക. എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ പാർഷ്യൽ ചെയ്ത് പോവുക. നമ്മുടെ പൊസിഷൻസ് എപ്പോഴും സേഫ് ആക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം. മനസ്സിലായില്ലേ? എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാത്ത സ്പോട്ട് ചെയ്യാത്ത എന്തെങ്കിലും പ്രീമിയമോ ഡിസ്കൗണ്ട് റേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്ലാൻ തന്നെ റോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.
സോ ഇതാണ് എൻ്റെ ഇന്നത്തെ വ്യൂ. ഐ ആം ബുള്ളിഷ് ഓൺ യൂറോ ആൻഡ് ഗോൾഡ് ആൻഡ് ഐ ആം ബെയറിഷ് ഓൺ $. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നുള്ള കാര്യം. ആൻഡ് ഫൈനലി ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും നോക്കാം. ഇന്ന് യൂറോയിലും USD-ലും ഓരോ ന്യൂസ് വെച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈം 5 AM, അതായത് ഇന്ത്യൻ ടൈം പറയുമ്പോൾ ഏകദേശം 2:30 ഉച്ചയ്ക്ക് 2:30 യൂറോയിലൊരു CPI ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ന്യൂസാണ്. പിന്നെ മാത്രമല്ല 8:30 യൂറോയിലൊരു ന്യൂസ് ഉണ്ട്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവും. ഡെഫിനറ്റ്ലി നല്ലൊരു മൊമെൻറ്റം നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം ഈ ന്യൂയോർക്ക് ടൈം 8:30 ഈ കോർ PCE പ്രൈസ് ഇൻഡെക്സ് ന്യൂസിൽ. അത്യാവശ്യം നല്ല മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇവൻ്റ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് ആണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക. ഞാൻ പേഴ്സണലി ന്യൂസ് ട്രേഡ് ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്നല്ല. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു ലേണിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ICT മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ലേണിംഗ് സീരീസ് നോക്കിയാൽ മതി. നമ്മൾ ICT കൺസെപ്റ്റുകൾ പരമാവധി സമയം ചുരുക്കി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 12 എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഡയറക്റ്റ്ലി ടെലിഗ്രാമിൽ പോയിട്ട് കറൻസി പിപ്സ് അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ മതി. ബ്ലാക്ക് ലോഗോയിൽ വരുന്നതാണ് നമ്മുടെ ചാനൽ. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. കറൻസി പിപ്സ് അക്കാഡമി തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ചാറ്റ് ഉണ്ട്, കറൻസി പിപ്സ് ചാറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബയോയിലുണ്ട്. അങ്ങനെ ഇൻ കേസ് ബയോയിലുള്ള ലിങ്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി പറഞ്ഞത്, സെർച്ച് ചെയ്താൽ മതി എന്നുള്ള കാര്യം. ചിലവർക്ക് നമ്മുടെ ലിങ്ക് ഈ ഇൻവിറ്റേഷൻ ലിങ്ക് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയാനുണ്ട്. സോ അല്ലാത്തവർ ഇതുപോലെ ടെലിഗ്രാമിൽ ഡയറക്റ്റ്ലി സെർച്ച് ചെയ്ത് തന്നെ ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി പിപ്സ് അടുത്ത തിങ്കളാഴ്ച, നമുക്ക് ഇനി അടുത്ത വർക്കിംഗ് ഡേ വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും. അന്ന് കറൻസി പിപ്സ് അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒരു വീക്ക്ലി ഔട്ട്ലുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ഔട്ട്ലുക്ക് എല്ലാ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതായത് ആ ഒരു വീക്കിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് കറൻസി പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല പോസിബിൾ എൻട്രീസ് തരാൻ ചാൻസ് ഉള്ള കറൻസി പേസ്. അപ്പോൾ അതും എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് തിങ്കളാഴ്ച കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.